Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് മുസ്ലിം ലീഗ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. സതീശന് ലഭിക്കുന്ന പിന്തുണ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ജനങ്ങളുടെ അഭിപ്രായമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുകയെന്നും എക്സിറ്റ് പോൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഒരു ഏജൻസി മാത്രമല്ല UDFിനെ വിജയം പ്രഖ്യാപിക്കുന്നത്. UDF വിജയമാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. എക്സിറ്റ് പോളിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് വി.ഡി. സതീശനാണ്. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയില് പിന്നെ ഭരണകാര്യത്തില് അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFിൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും അതിപ്പോ ഞങ്ങള് പിന്നെ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവര് ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും മുഖ്യമന്ത്രി തല ചർച്ചകൾ ഇങ്ങനെ സജീവമാകുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായില്ല. അല്ല, ഇതിപ്പോ കുറെ നേരത്തെ തുടങ്ങിയതല്ലേ? എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണല്ലോ. ഏതായാലും അന്തിമ ഫലം 4-ാം തീയതി വരും. അതിന്റെ ശേഷം അതിൽ കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും. മുസ്ലിം ലീഗിന് വലിയ സീറ്റുകൾ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോളൊക്കെ വരുമ്പോൾ. അതെ, ഇത്തവണ ഞങ്ങളൊരു 27 സീറ്റ് മത്സരിച്ചിട്ടുണ്ട്. അതിലെ ഒരു 10-20 സീറ്റ് കിട്ടും. 22 സീറ്റ് കിട്ടും തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. മന്ത്രി സ്ഥാനത്തേക്ക് അടക്കം കൂടുതൽ കിട്ടാനുള്ള അർഹതയില്ല ഇത്രയും സീറ്റ് കിട്ടുകയാണെങ്കിൽ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് തന്നെ UDF ചർച്ച ചെയ്തിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തും. മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭയിലടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ലെന്നും അർഹതപ്പെട്ടത് ലീഗിന് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പിനെ നയിച്ചവർ മുഖ്യമന്ത്രിയാകണമെന്നും കെട്ടിയിറക്കുന്ന രീതി ശരിയല്ലെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃയോഗത്തിലെ തീരുമാനം. UDF വിജയിച്ചാൽ അത് തിരഞ്ഞെടുപ്പ് നയിച്ചവരുടെ വിജയമാണ്. ജനങ്ങളെ വിശ്വാസമുള്ളതിനാലാണ് സതീശൻ വനവാസം പ്രഖ്യാപിച്ചതെന്നും ലീഗ് നേതൃത്വത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരുന്നു. നിരവധി നേതാക്കളും ഇതു സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ സതീശനെ പിന്തുണച്ചും എതിർത്തും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചർച്ചകളിൽ നിന്ന് പ്രവർത്തകർ മാറി നിൽക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭ്യർത്ഥിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25-ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.